ഭാഗം 16. ഇതാണ് ആ കുട്ടി. വലിയ കുടുംബത്തിലെ 3 പേർ ഇന്ത്യക്കാരൻ്റെ മുറിയിലിരിക്കുകയായിരുന്നു. അവർ ഇന്ത്യക്കാരനെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു. കാർമൈക്കൽ മോസ്കോവിൽ നിന്നും തിരിച്ചെത്തുന്ന ദിവസമാണിത്. കാരിസ്ഫോർഡ് കസേരയിലാണ്. ജാനറ്റും നോറയും ഡൊണാൾഡും അടുത്തു തന്നെയാണ് ഉള്ളത്. അവർ പറയുന്ന തമാശകൾ കേട്ട് കാരിസ്ഫോർഡ് ചിരിക്കുന്നുണ്ട്. അവളൊരു രാജകുമാരി തന്നെയാണ്. നോറ സാറയെക്കുറിച്ചുള്ള സംഭാഷണത്തിന് തുടക്കമിട്ടു. എന്താ കാരണം? ഇന്ത്യക്കാരൻ തിരക്കി. മറുപടി പറഞ്ഞത് ജാനറ്റാണ്. നാടോടി കഥയിലെ മാലാഖയെപ്പോലുണ്ടവൾ. ശരിയാണ്. അവളുടെ പപ്പ മുഴുവൻ പണവും ഒരു സുഹൃത്തിന് വജ്രഖനിക്ക് വേണ്ടി കൊടുത്തു. സുഹൃത്ത് തെറ്റിദ്ധാരണ കൊണ്ട് ഖനിയിൽ നഷ്ടമാണെന്ന് കരുതി ഭ്രാന്ത് പിടിച്ച് ഓടിപ്പോയി. അവളുടെ പപ്പ കരുതിയത് സുഹൃത്ത് അയാളെ ചതിച്ചുവെന്നാണ്. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല. ഇന്ത്യക്കാരൻ ഇടയിൽ കയറി പറഞ്ഞു. കാരിസ്ഫോർഡ്, നിങ്ങൾ ആ ഭിക്ഷക്കാരിയെ പോലുള്ള പെൺകുട്ടിയെപ്പറ്റി പറയുമോ? അവളെ നഷ്ടപ്പെട്ട ശേഷം ആരോ അവളെ കണ്ടെത്തിയിരിക്കുന്നു. ആ സമയത്താണ് അവിടെ വണ്ടി വന്നത്. കാർമൈക്കൽ വന്നു. കൂടെ പെൺകുട്ടി ഉണ്ടായിരുന്നില്ല. യാത്ര വെറുതെയായി. അദ്ദേഹം പറഞ്ഞു. ഇനി എന്താണ് ചെയ്യുക? കാരിസ്ഫോർഡ് അസ്വസ്ഥനായി. കാർമൈക്കൽ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കൊരു ആശയം തോന്നുന്നു. ലണ്ടനിൽ ഒരുപാട് സ്കൂളുകളുണ്ട്. നമുക്ക് ഇനി ആദ്യം ലണ്ടനിൽ തിരയാം. തൊട്ടടുത്ത് തന്നെ ഒന്നുണ്ട്. അവിടെയുള്ള ഒരു കുട്ടിക്ക് എന്നോട് വലിയ താല്പര്യമാണ്. അവൾ പക്ഷേ വിദ്യാർത്ഥിനിയല്ല. അവളൊരു പാവപ്പെട്ട കുട്ടിയാണ്. രാംദാസ് മുറിയിലേക്ക് വന്ന് പറഞ്ഞു. സാഹിബ്, നമ്മുടെ കുരങ്ങ് ആ വീട്ടിലേക്ക് പോയിരുന്നു. സാഹിബ് പറഞ്ഞ ആ കുട്ടിയാണ് കുരങ്ങിനെ തിരിച്ചു കൊണ്ടുവന്നത്. ഏതാണ് ആ കുട്ടി? കാർമൈക്കൽ തിരക്കി. ഞാൻ നേരത്തെ പറഞ്ഞ കുട്ടി തന്നെ. രാംദാസേ, എനിക്ക് ആ കുട്ടിയെ കാണണം. അവൾ ഇവിടെയുണ്ട്. സാറ കുരങ്ങിനെ കളിപ്പിച്ചുകൊണ്ട് മുറിയിലെത്തി. നിങ്ങളുടെ കുരങ്ങ് വീണ്ടും എൻ്റെ അടുത്തെത്തി. നിങ്ങൾക്ക് സുഖമില്ലാത്തതല്ലേ? ഇതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കരുതെന്ന് കരുതി ഞാൻ തന്നെ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇതിനെ ഈ പട്ടാളക്കാരൻ്റെ കയ്യിൽ കൊടുക്കട്ടെ. സാറയുടെ വാക്കുകൾ കാരിസ്ഫോർഡിനെ അത്ഭുതപ്പെടുത്തി. ഇവൻ പട്ടാളത്തിലുള്ള ആളാണെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? എനിക്കറിയാം. ഞാൻ ഇന്ത്യയിലാണ് ജനിച്ചത്. അവിടെയുള്ളവർക്കാകെ വിസ്മയം തോന്നി. നീ എങ്ങനെയാ ഇവിടെ എത്തിയത്? നീ അപ്പുറത്തെ വീട്ടിലല്ലേ താമസം? അതെ, മിസ് മിഞ്ചിൻ്റെ സെമിനാരിയിൽ. നീ അവിടെ പഠിക്കുകയല്ലല്ലോ? സാറ അല്പസമയം മിണ്ടാതിരുന്നു. എല്ലാ കണ്ണുകളും അവളിലായിരുന്നു. പഠിക്കാനാണ് ചേർന്നത്. പക്ഷേ പിന്നീട് സാധനങ്ങൾ വാങ്ങാൻ പോകും. ചെറിയ കുട്ടികളെ പഠിപ്പിക്കും. കാരിസ്ഫോർഡിന് വിവശത അനുഭവപ്പെട്ടു. കാർമൈക്കൽ, നിങ്ങൾ കുട്ടിയോട് ചോദിച്ച് വിവരങ്ങൾ അറിയൂ. കാർമൈക്കൽ വളരെ സൗമ്യമായി സാറയോട് ചോദിച്ചു. ആദ്യം എന്ന് പറഞ്ഞത് എന്താ? പപ്പ എന്നെ ഇവിടെ ചേർത്തത് പഠിക്കാനാ. പപ്പ എവിടെ? സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് വേണ്ടി ആരുമില്ലാതെ പപ്പ മരിച്ചുപോയി. മിസ് മിഞ്ചിന് കൊടുക്കാൻ പണമില്ലാതായി. കാർമൈക്കൽ, കാർമൈക്കൽ! കാരിസ്ഫോർഡ് ഉറക്കെ കരഞ്ഞു. കാർമൈക്കൽ ഇന്ത്യക്കാരനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. കുട്ടി പരിഭ്രമിക്കും. നിങ്ങൾ സമാധാനിക്ക്. ഞാൻ ചോദിക്കാം. അച്ഛൻ്റെ പണം എങ്ങനെയാണ് നഷ്ടമായത്? ഒരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹത്തെ പപ്പ വിശ്വസിച്ചു പോയി. എൻ്റെ പപ്പയ്ക്ക് അത് താങ്ങാൻ കഴിഞ്ഞില്ല. പപ്പ മരിച്ചുപോയി. നിൻ്റെ അച്ഛൻ്റെ പേരെന്താ? റാൽഫ് ക്രോവ്, ക്യാപ്റ്റൻ ക്രോവ്. ഇന്ത്യയിലാണ് മരിച്ചത്. കാർമൈക്കൽ, ആ കുട്ടിയാണ് ഇത്. ആ കുട്ടി തന്നെ. കാരിസ്ഫോർഡിന്
വിവശതയേറി. രാംദാസ് ഏതോ മരുന്ന് ചുണ്ടിലേക്ക് ഇറ്റിച്ചു കൊടുത്തു. സാറ ചോദിച്ചു, ഏത് കുട്ടിയാണ് ഞാൻ? നിന്റെ പപ്പയുടെ സുഹൃത്താണിത്. നീ പേടിക്കണ്ട. നിന്നെ തിരഞ്ഞുകൊണ്ട് 2 വർഷമായി ഞങ്ങൾ നടക്കുന്നു. സാറയുടെ ചുണ്ടുകൾ വിറച്ച് കണ്ണുകൾ നിറഞ്ഞു. സാറയെ കണ്ടതിൽ കാരിസ്ഫോർഡിനുള്ള ആഹ്ലാദം അതിരറ്റതായിരുന്നു. അവളെ കാണാതിരിക്കാൻ കഴിയുന്നില്ല കാർമേക്കൽ. ജാനറ്റ് സാറയെ ശ്രദ്ധിച്ചുകൊള്ളുമെന്ന് വാക്കുകൊടുത്തു. നിന്നെ കണ്ടെത്തിയതിൽ ഞങ്ങൾ എത്രമാത്രം സന്തോഷിക്കുന്നുവെന്ന് അറിയാമോ? ജാനറ്റ് സാറയോട് പറഞ്ഞു. റൊണാൾഡ് അവൾക്ക് നാണയങ്ങൾ കൊടുത്ത കാര്യം ഓർമ്മിച്ചു. അന്ന് നിനക്ക് ആ നാണയം തരുമ്പോൾ നിന്റെ പേര് ചോദിച്ചിരുന്നെങ്കിൽ ഇത്രയും കാക്കേണ്ടി വരില്ലായിരുന്നു. കാർമേക്കൽ സാറയെ എടുത്ത് ഉമ്മ കൊടുത്തു. 2ാമതും ചുംബിക്കുമ്പോൾ അദ്ദേഹം കരയുകയായിരുന്നു. അയാളാണോ ചതിയനായ ചങ്ങാതി? സാറ മടി കൂടാതെ ചോദിച്ചു. അദ്ദേഹം ചതിയനല്ല മോളെ. പണം നഷ്ടപ്പെടുത്തിയിട്ടില്ല. അയാൾക്ക് അങ്ങനെ തോന്നിയതാണ്. നിന്റെ പപ്പയെ വളരെയധികം അയാൾ ഇഷ്ടപ്പെട്ടിരുന്നു. പണം നഷ്ടപ്പെട്ടോ എന്ന് തോന്നിയപ്പോൾ അയാൾ മനോരോഗിയായി തീർന്നു. നിന്റെ പപ്പ പണം നഷ്ടപ്പെട്ടെന്ന് ദുഃഖിച്ച് പനി പിടിച്ചു. ഇയാൾ സുഖം പ്രാപിക്കും മുമ്പേ പപ്പ മരിച്ചു പോവുകയും ചെയ്തു. സുഖമായ ശേഷം നിന്നെ തിരയുക മാത്രമായി അദ്ദേഹത്തിൻ്റെ ചിന്ത. ഇവിടെ നിന്നെ കണ്ടപ്പോൾ സഹതാപം തോന്നിയ അദ്ദേഹം പറഞ്ഞിട്ടാണ് രാംദാസ് നിന്റെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി രഹസ്യമായി സഹായിച്ചത്. രാംദാസ് ആണോ എല്ലാം കൊണ്ടുവച്ചത്? അതെ, സാറ ക്രൂവിൻ്റെ പേരിലാണ് അത് ചെയ്തത്. സാറ കാരിസ്ഫോർഡിൻ്റെ അടുത്ത് ചെന്ന് കൈകൾ പിടിച്ച് മാറോട് ചേർത്തു. അവൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ പപ്പയെ കാണുകയായിരുന്നു. മിൻജിൻ്റെ സ്കൂളിലേക്ക് സാറയെ തിരിച്ചയക്കില്ലെന്ന് കാരിസ്ഫോർഡ് തീരുമാനിച്ചു. സാറയ്ക്കും അതുതന്നെയാണ് സന്തോഷം. സാറയുമായുള്ള പുതിയ വീട്ടുകാരുടെ ബന്ധം എന്താണെന്ന് മിൻജിനും ആമേലിയയ്ക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്നാലും ആ ബന്ധം അനുവദിച്ചു കൊടുക്കാൻ മിൻജിൻ തയ്യാറല്ല. അന്വേഷിച്ചു വരാൻ അങ്ങോട്ട് ചെന്നു. ഞാനാണ് മിസ് മിൻജിൻ. നിങ്ങൾ കൃത്യസമയത്ത് തന്നെ വന്നു. എൻ്റെ വക്കീൽ കാർമേക്കൽ കാര്യങ്ങൾ വിശദീകരിക്കാൻ അങ്ങോട്ട് വരാനിരിക്കുകയാണ്. നിങ്ങളുടെ വക്കീലോ? എനിക്ക് മനസ്സിലായില്ല. മിൻജിൻ സാറയുടെ നേരെ തിരിഞ്ഞു പറഞ്ഞു. നീ മണിക്കൂറുകളായല്ലോ സ്കൂളിൽ നിന്നും പോന്നിട്ട്. വേഗം തിരിച്ചു ചെല്ല്. പൊയ്ക്കോ, ഉടൻ പൊയ്ക്കോ, ഇല്ലെങ്കിൽ കഠിനമായ ശിക്ഷ കിട്ടും. കാരിഫോർഡ് സാറയെ അടുത്ത് പിടിച്ച് അവളെ തലോടിക്കൊണ്ടിരുന്നു. ഇവൾ ഇവിടെ നിന്ന് ഇനി എങ്ങോട്ടും പോകുന്നില്ല. മിൻജിൻ തർക്കത്തിലായി. കാർമേക്കൽ സാറയുടെ അച്ഛൻ്റെ കഥ പറഞ്ഞു. അവർ സാറയെ അന്വേഷിച്ച് നടന്നത് പറഞ്ഞു. മിൻജിൻ വിട്ടുകൊടുത്തില്ല. ഒടുവിൽ പറഞ്ഞു, ഇവളുടെ പപ്പ ഇവളെ എന്നെയാണ് ഏൽപ്പിച്ചത്. ഹാരിസ്ഫോർഡിന് സഹിച്ചില്ല. വിശന്നു വലഞ്ഞ് തെരുവിലൂടെ അലഞ്ഞു നടക്കാനാണോ നിങ്ങളെ ഏൽപ്പിച്ചത്? കാർമേക്കൽ ഇടയിൽ കയറി പറഞ്ഞു. സാറയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ കൂടെ വന്നുകൊള്ളട്ടെ, ഞങ്ങൾ തടയില്ല. സാറ ഉടനെ മിൻജിൻ്റെ മുന്നിൽ പോയി നിന്നു. മനസ്സിലൂടെ കഴിഞ്ഞ സംഭവങ്ങളെല്ലാം മിന്നിമാഞ്ഞു. അവൾ മിൻജിനോട് ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളുടെ കൂടെ വരാതിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. മിൻജിൻ അവസാന ആയുധം പുറത്തെടുത്തു. നിനക്ക് നിന്റെ കൂട്ടുകാരായ എർമൻഗാർഡിനെയും ലോട്ടിയെയും കാണാൻ കഴിയില്ല. അതിന് കാർമേക്കലാണ് മറുപടി കൊടുത്തത്. സാറായ്ക്ക് കാണണമെന്ന് ആഗ്രഹമുള്ളവരുടെ വീടുകളിൽ രക്ഷിതാക്കളുടെ സമ്മതത്തോടെ കാണുവാനുള്ള ഏർപ്പാട് ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കൂ. ഇവളുടെ സ്വഭാവം നല്ലതല്ല, കളവും. മിൻജിൻ പറഞ്ഞു തരും മുമ്പേ സാറ മറുപടി പറഞ്ഞു. സഹിക്കാൻ കഴിയാത്ത തണുപ്പുണ്ടായിട്ടും വിശന്ന് തളർന്നിട്ടും ഞാൻ ഒരു കളവും ചെയ്തിട്ടില്ല. ഇനിയും ഞാൻ അങ്ങനെയായിരിക്കും. കളവ് ചെയ്യാതിരിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. രാംദാസ് മിൻജിൻ്റെ അടുത്ത് വന്ന് നിന്നു പറഞ്ഞു. അപ്പോൾ പോകുന്നതാണ് നല്ലത്. സാറയുടെ കാര്യങ്ങൾ ഭംഗിയായി നോക്കാൻ ഇവിടെ ആളുണ്ട്.
മിൻ തിരിച്ചു വന്ന് ആമിലിയോട് സംഭവങ്ങൾ വിശദീകരിച്ചു. ആമിലിയയോട് സാറയെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കാൻ ആവശ്യപ്പെട്ടു. ആമിലിയയ്ക്ക് തീരെ വിശ്വാസമുണ്ടായിരുന്നില്ല. സാറ ഇതിനിടയിൽ എല്ലാ വിവരങ്ങളും എഴുതി എർമൻഗാർഡിനെ ഏൽപ്പിച്ചു. വൈകുന്നേരത്തെ ഭക്ഷണം കഴിഞ്ഞ് കുട്ടികൾ ഒത്തുകൂടിയപ്പോൾ സാറയുടെ വിശേഷങ്ങൾ എർമൻഗാർഡ് വായിച്ചു കൊടുത്തു. കുട്ടികൾക്ക് കേട്ടിട്ട് മതിവരാതെ വീണ്ടും വീണ്ടും വായിച്ചു. ബെക്കിയുടെ ദുരിതങ്ങൾ കാരിസ്ഫോർഡിനോട് സാറ വിശദീകരിച്ചു. കഴിഞ്ഞ രാത്രികളിൽ ചെയ്തതുപോലെ ബെക്കിയെ സഹായിക്കാൻ രാംദാസിനെ ഏൽപ്പിച്ചു. ബെക്കി മുറിയിലേക്ക് വരുമ്പോൾ ചിരിച്ചുകൊണ്ട് രാംദാസ് അവിടെ ഉണ്ടായിരുന്നു. ഭാഗം 16 ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വായിച്ച് അവതരിപ്പിച്ചത്. ഏവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ. നന്ദി, നമസ്കാരം.